ഹലോ. SSC CGL 2025 പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും ഒരുപാട് കൺഫ്യൂഷൻസും ഒക്കെ നേരിടുന്ന ഒരു സമയമാണ്. സ്റ്റുഡൻസ് പ്രത്യേകിച്ചും വളരെ പാനിക്ഡ് ആണ്. എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയാതെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു പരീക്ഷയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ പോകുന്നു, പുതിയ പാറ്റേൺ പരീക്ഷ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നു, അപ്പോൾ എങ്ങനെ ഇനി അവസാനത്തെ നിമിഷം പ്രിപ്പയർ ചെയ്യണം, മെന്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് പല പല സംശയങ്ങൾ ചോദിക്കുന്നു, പുതിയ പാറ്റേൺ പഠിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഈ വർഷം SSC CGL 2025 പരീക്ഷ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ, ഇന്റർമീഡിയറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഈ വർഷത്തെ CGL വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാറ്റം എന്താണ്, പരീക്ഷയിൽ നോർമൽ പരീക്ഷ എല്ലാ വർഷവും നടക്കുന്ന പരീക്ഷാ പാറ്റേണിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇന്നത്തെ പരീക്ഷയിൽ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നാൽ അത് ഡിസഡ്വാൻറ്റേജ് ആവാതെ എങ്ങനെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റാം, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ അവസാനത്തെ സമയങ്ങളിൽ എങ്ങനെ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷനെ പ്ലാൻ ചെയ്യണം, മാത്രമല്ല പരീക്ഷ ഉടനെ നടക്കുമോ, 13-ാം തീയതി നടക്കുമോ, അല്ലെങ്കിൽ ഇനി മാറ്റി വെക്കുമോ, ഇങ്ങനെയൊക്കെ പല സംശയങ്ങൾ നിങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങളെ അനാലിസിസ് ചെയ്യുന്ന ഒരു സെഷനാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഇതൊരു നിങ്ങളുമായി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും SSC CGL ആസ്പിരൻസിനെ സംബന്ധിച്ച് വളരെ വിഷമത്തോടെ പറയുകയാണ്. കാരണം ഇപ്പോൾ SSC നടത്തുന്ന പരീക്ഷയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ, ഒരുപാട് പ്രോബ്ലംസ് SSCയുടെ സെലക്ഷൻ പോസ്റ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ എക്സാം എഴുതിയവർക്കും കുറേ അധികം പ്രോബ്ലംസ് അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പരീക്ഷ എഴുതി അതിന്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നിങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് വന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, എക്സാം സെന്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോബ്ലംസ്, പരീക്ഷ എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മൗസിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ സെർവർ റിലേറ്റഡ് ആയിട്ട് സ്റ്റക്ക് ആകുന്നു, ഇങ്ങനെയുള്ള പരീക്ഷ റിലേറ്റഡ് ആയിട്ട് എക്സാമിനിടയിൽ തന്നെ നിങ്ങളുടെ സമയം വേടിച്ചിട്ട് അല്ലെങ്കിൽ പരീക്ഷയുടെ ഇടയ്ക്കാണ് അതർ പ്രൊസീജിയേഴ്സ് ഇൻവിജിലേറ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ റിപ്പീറ്റർ ആയിക്കോട്ടെ, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ ലോജിക്ക് കൂടി യൂസ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം അത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ബിഗിനേഴ്സിനെയും റിപ്പീറ്റേഴ്സിനെയും രണ്ടുപേരെ രണ്ട് തരത്തിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ അവരെങ്ങനെ പ്ലാൻ ചെയ്യണം ഇനിയുള്ള സമയം, അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ അവരെങ്ങനെ പ്ലാൻ ചെയ്യണം, ഇതാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, അവസാനത്തെ എന്ന് പറയുമ്പോൾ ഇനി വരുന്ന സമയം, അത് ഒരുപക്ഷെ എക്സാംസ് കറക്റ്റ് ടൈമിൽ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എക്സാം മാറ്റുകയാണെങ്കിൽ കുറച്ച് സമയം ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ 1 മാസമോ 1.5 മാസമോ എക്സാംസ് ഒന്ന് മാറ്റി വെച്ചാൽ കുറച്ചധികം സമയം ഉണ്ടാവും. അത് എന്തും ആയിക്കോട്ടെ, ഇനിയുള്ള ടൈം നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പരീക്ഷ മാറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്, പരീക്ഷ എക്സാം മാറ്റി വെക്കുമോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് എൻ്റെ ഒരു ഇവാലുവേഷൻ വെച്ച് ഞാൻ പറയുന്നത് മോസ്റ്റ്ലി എക്സാംസ് മാറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് 8-ാം തീയതി, 13-ാം തീയതിയാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ഡേറ്റ്. മാത്രമല്ല ഇതുവരെയുള്ള ഒരു അനൗൺസ്മെന്റിലും SSC CGL എക്സാംസ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതുവരെ എക്സാം നടത്തുമെന്നും, അതായത് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട എക്സാം സിറ്റി ഇന്റിമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഒരു 10 ദിവസം മുമ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് SSC CGL എക്സാം ഈ ടൈമിൽ കണ്ടക്ട് ചെയ്യില്ല, ഒരുപക്ഷെ മാറ്റിവെക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സമയമുണ്ട് എന്ന് കരുതി നിങ്ങൾ അത്തരത്തിലൊരു പ്രിപ്പറേഷനിലായിട്ട് പോകാൻ സമയമായിട്ടില്ല. കാരണം ഒഫീഷ്യലി അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. സോ ഇപ്പോൾ നമുക്ക് എക്സാം മാറ്റി വെച്ചിട്ടില്ല എന്ന കൺസെൻട്രേഷനിൽ തന്നെ പോകാം. എങ്കിലും പരീക്ഷ മാറ്റി വെക്കുമെന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ്, റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ച് കുറച്ചായി, അത്യാവശ്യം പഴയൊരു പാറ്റേണിൽ അത്യാവശ്യം നല്ല സ്കോർ കിട്ടുന്ന ആൾക്കാരാണ്, 130+ അല്ലെങ്കിൽ 150യോട് അടുത്ത് വരുന്ന സ്കോർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ എങ്ങനെ പ്ലാൻ ചെയ്യണം. കാരണം ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് നമ്മളെ സംബന്ധിച്ച്. SSC CGL സീരിയസ് ആസ്പിരന്റിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. ഈ ടൈം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാനുള്ള ഡിസിഷനെ കൃത്യമായിട്ടും ബാധിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനു മുമ്പ് ആദ്യം തന്നെ എന്താണ് ഈ പരീക്ഷയിൽ വന്ന ചില മാറ്റങ്ങൾ, നമ്മളുടെ ഒരു ഒബ്സർവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്ന് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ പരീക്ഷയിലുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പരീക്ഷയിൽ എക്സാം പാറ്റേണിലുള്ളത്, അതാണ് ആദ്യത്തെ കേസ്. ഫസ്റ്റ് കേസ് അതാണ്. ഫസ്റ്റ് നമുക്ക് മാത്സ് സബ്ജക്റ്റുകളിൽ നിന്നാണ് തുടങ്ങാം. ഒന്ന് മാത്സ് സബ്ജക്റ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മാത്സ് അരിത്തമാറ്റിക് പാർട്ടും അഡ്വാൻസ്ഡ് പാർട്ടും ഉണ്ട്. അതിനകത്ത് അരിത്തമാറ്റിക് പാർട്ട് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള വൈഡ് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒന്നും വന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള, ഒരു പക്ഷേ ബാങ്ക് പരീക്ഷകൾക്ക് വരുന്ന ചില അപ്രോക്സിമേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യേണ്ട കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും അരിത്തമാറ്റിക് പാർട്ടിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ട് പ്രോപ്പർലി നിങ്ങൾ TCS പാറ്റേൺ, കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ടുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് ശീലിച്ചവരാണെങ്കിൽ
നിങ്ങൾ അതേ പാറ്റേൺ വരുമെന്ന് എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അതേ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. പിന്നെ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അരിത്തമെറ്റിക് പാർട്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ടാവും. ബാങ്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന, ബാങ്ക് എക്സാംസിന്റെ മാതൃകയിലുള്ളത് എന്നൊരു പക്ഷേ പറയാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് അരിത്തമാറ്റിക് പാർട്ടിൽ വരുന്നുണ്ട്. കുറച്ച് അപ്രോക്സിമേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യേണ്ട കുറെ പ്രോബ്ലംസ് ഇതിനകത്ത് കണ്ടിട്ടുണ്ട് അരിത്തമാറ്റിക് പാർട്ടിൽ. പിന്നെ അഡ്വാൻസ്ഡ് മാത്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് മാത്സ് പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അഡ്വാൻസ്ഡ് മാത്സിൽ ചില പാർട്ടുകൾ നോക്കിയിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ബേസിക് ലെവലിൽ തന്നെയുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് അഡ്വാൻസ്ഡ് മാത്സ് പാർട്ടിൽ നിന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ നോക്കിയിട്ട് പിന്നെ ചില ടോപ്പിക്കുകൾ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം. ടയർ 2 എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. പ്രോബബിലിറ്റി ചോദ്യങ്ങൾ വരുന്നുണ്ട്. പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, കോർഡിനേറ്റ് ജോമെട്രി, ഈ ടോപ്പിക്കുകളൊക്കെ ടയർ 1 വേണ്ടിയും നന്നായിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ മാത്സിന്റെ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ ഒരു ടയർ 2 ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടയർ 2 നിലവാരത്തിലേക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ക്വസ്റ്റ്യൻസ്, ടഫർ എക്സാംസ് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇത്രയും നാൾ എഴുതുമ്പോൾ ഒരുപക്ഷെ 150 സ്കോർ വരുന്ന ആൾക്കാർ ഈ പരീക്ഷകൾ എഴുതുമ്പോൾ, പുതിയ പാറ്റേണിലുള്ള പരീക്ഷ എഴുതുമ്പോൾ ഒരുപക്ഷെ സ്കോർ താഴോട്ട് പോയേക്കാം. അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാത്രമല്ല ഈ വ്യത്യാസം വരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. മാറുന്ന പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ രീതിയിൽ ആദ്യം റെഡി ആകുന്നത് ആരാണോ അവർക്കാണ് സക്സസ്. കാരണം ഈ മാറ്റം എല്ലാവർക്കും ഉള്ളതാണ്, അതാദ്യം മനസ്സിലാക്കുക. ചിലരെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, നിങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് ആക്ച്വലി ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പുതിയ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും, നിങ്ങളോടൊക്കെ ടെൻഷൻ ആവേണ്ടെന്ന് പറയുമ്പോൾ പോലും പലരും വളരെ വീണ്ടും ടെൻഷൻ ആണ്. ആ ഒരു വാക്കുകൊണ്ട് മാത്രം ഒരുപക്ഷെ നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുന്നില്ല. ഇനിയും റീസണിങ് സബ്ജക്റ്റിനകത്ത് എന്താണ്, റീസണിങ് സബ്ജക്റ്റും ഇതുപോലെ തന്നെ മാത്സ് പോലെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല സമയം കളയുന്ന തരത്തിലേക്കാണ് റീസണിങ്ങും വരുന്നത്. റീസണിങ്ങിനകത്ത് നമുക്ക് ടോപ്പിക്സ് നോക്കിയാൽ ലോജിക്കൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ റീസണിങ്ങിൽ നിന്നൊരു 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ കാണുന്നുണ്ട്. അപ്പൊ അത് അത്യാവശ്യം ചെയ്യേണ്ടതാണ്, അത് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും പലരും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകാറുണ്ട്. അസംഷൻസ്, ആർഗ്യുമെന്റ്സ്, ഇൻഫറൻസസ്, കോസസ് ആൻഡ് എഫക്റ്റ്, ഇതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിന്റെ ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാറുണ്ട്. കുറച്ച് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ റീസണിങ്ങിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അത് പലരും പ്രിപ്പയർ ചെയ്യാത്തതാണ്. അപ്പൊ അത് നമ്മൾ നോക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ മീനിങ് ഫുൾ വേർഡ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് വേർഡ് ഫോർമേഷൻസ് ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ കോഡിംഗ്, അനലോഗി, നമ്പർ സിസ്റ്റം, ഇത് നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം ടഫർ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം വളരെ സിമ്പിൾ എപ്പോഴും കാണുന്ന സീരീസുകളോ കോഡിങ്ങോ അനലോഗിയോ നമ്പർ സിസ്റ്റമോ ഒന്നും ചിലപ്പോൾ ഒരിക്കലും ആയിരിക്കില്ല. കുറച്ച് ടഫർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതും കൂടി മനസ്സിൽ വെക്കുക. ടൈം അപ്പോൾ തന്നെ ഇതിനകത്തൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈമിനെയാണ് ഇതിനൊക്കെ ബാധിക്കാൻ പോകുന്നത്. സിറ്റിംഗ് അറേഞ്ച്മെന്റും നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. സോ ഇതെല്ലാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ സിലബസിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടൈമിനെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ടൈമിംഗ് തന്നെയാണ്. അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. പിന്നീട് ജനറൽ അവയർനെസിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ജനറൽ അവയർനെസ്സും കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ചെയ്ത ആൾക്കാരെ ആയിരിക്കും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. കൂടുതലും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത്തരത്തിലുള്ള കുറച്ച് സമയം പോകുന്ന സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള തരത്തിലാണ് ജനറൽ അവയർനെസ്സും വന്നത്. അവിടെയും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് വായിച്ചെടുത്ത് മനസ്സിലാക്കി കുറേ കൺസെപ്റ്റുകൾ അറിയാവുന്നവർക്ക് ഒരുപക്ഷെ ആൻസർ ചെയ്യാൻ പറ്റും. ഒരൊറ്റ പോയിന്റ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനകത്ത് ഒരൊറ്റ പോയിന്റ് മാത്രം അറിയുന്നവർക്ക് ഒരുപക്ഷെ ആൻസർ ചെയ്യാൻ പറ്റുന്ന അല്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പം അത് കുറച്ചുകൂടി നമ്മുടെ ടഫറാക്കും, കുറച്ചുകൂടി സമയം നമ്മളെ കളയാനായിട്ട് പോകും. ഇതിനകത്തൊക്കെ ജനറൽ അവയർനെസ്സിലും മാത്സിലും ഒക്കെ വരുന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ആയിട്ട് GK മാറ്റം എന്താണ് അല്ലെങ്കിൽ മാത്സിന്റെ മാറ്റം എന്തൊക്കെയാണെന്ന് പറയുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എടുത്തൊന്ന് കാണാൻ ശ്രമിക്കുക. ഇനിയും ഇംഗ്ലീഷിന്റെ കേസിൽ ഇംഗ്ലീഷിൽ പല പാർട്ട് ഇംഗ്ലീഷും ടഫർ തന്നെയായി എന്ന് തന്നെ പറയണം. ജംബിൾഡ് സെന്റൻസ് ചോദിക്കുന്നുണ്ട്. അത് വളരെ കൺഫ്യൂസിങ് ആവുന്ന, സമയം എടുക്കുന്ന തരത്തിലുള്ള ജംബിൾഡ് സെന്റൻസുകളും അതുപോലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ കൃത്യമായിട്ടും മാർക്ക് വരുന്നുണ്ട്. അപ്പം കോംപ്രിഹെൻഷൻ സ്കില്ല് അല്ലെങ്കിൽ റീഡിംഗ് സ്കില്ലുകൾ ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന്റെ പാറ്റേണിൽ നിന്ന് വളരെ റിക്വയർ ആയിരുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഈ പരീക്ഷകൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ വോയിസ് ആൻഡ് നറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വൊക്കാബുലറി മോഡറേറ്റ് തന്നെയെന്ന് തന്നെ പറയാം. മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം വരുന്ന മാറ്റം, 4 സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞപ്പോൾ ഇതിനകത്തെല്ലാം വരുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്ഥിരമായിട്ട് ചോദിക്കുന്ന അതത് ചോദ്യം അതുപോലെ തന്നെ ചോദിക്കുന്ന ആ ഒരു രീതി മാറി. പകരം ജസ്റ്റ് ആ ഒരു ലാസ്റ്റ് ഒരു TCS പാറ്റേൺ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ജസ്റ്റ് കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ച് തന്നെ എക്സാം ക്ലിയർ ചെയ്ത് നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ബട്ട് അതിൽ നിന്നും ചേഞ്ച് ചെയ്ത് കൺസെപ്റ്റ് വൈസ് പഠിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഇനി കൺസെപ്റ്റ് വൈസ് ആദ്യം മുതൽ പഠിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ പറ്റുമോ, അവസാന നിമിഷം അതിനുള്ള സമയമുണ്ടോ, നിങ്ങൾക്ക് പുതുതായിട്ട് വീണ്ടും കൺസെപ്റ്റിൽ നിന്ന് പഠിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് സമയമല്ല. അതിനു മുമ്പ് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കണം. അപ്പോൾ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യാം. നമ്മുടെ ഇതുവരെയുള്ള ഈ ഒരു SSC CGLന്റെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചേഞ്ചുകളാണ്, വരാൻ സാധ്യതയുള്ള. കാരണം ഇപ്പൊ നടന്ന പരീക്ഷകളിൽ നിന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു പക്ഷേ CGL എക്സാം വരുമ്പോൾ, ഇപ്പോൾ സെലക്ഷൻ പോസ്റ്റിന്റെയും സെനോഗ്രാഫറിന്റെ ഒക്കെ പരീക്ഷ നടത്തിയപ്പോൾ അത് മറ്റു തരത്തിലുള്ള പരീക്ഷയാണ്. CGL എൻറ്റയർലി മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈം ആയിട്ടുള്ള ഒരു പരീക്ഷയായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വന്ന പരീക്ഷയ്ക്ക് വന്ന അതേ കാര്യം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം എന്നാരും അങ്ങനെ വാശി പിടിക്കരുത്. അത് സംഭവിക്കുമെന്നും അല്ല പറയുന്നത്. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ള കീ ചേഞ്ചസ് ആണ് പറയുന്നത്. ഒന്ന്, ആ പരീക്ഷകളിലെല്ലാം ഉണ്ടായ കാര്യമാണ് 60 to 70% PVQs ഉണ്ടായിരുന്നു. അവിടെ 30 മുതൽ 40% വരെ 30 to 40% ആണ് പാറ്റേൺ ചേഞ്ച് കണ്ടത്. അല്ലെങ്കിൽ 40%, 60% പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒരു 40% പാറ്റേൺ ചേഞ്ചും. എല്ലാവരും പാറ്റേൺ ചേഞ്ചിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. പാറ്റേൺ ചേഞ്ച് പഴയ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അതായത് സിലബസ് മാറാത്തിടത്തോളം 100% ചേഞ്ച് എന്തായാലും പോസിബിൾ അല്ല. അതിൽ സിലബസിനനുസരിച്ചിട്ട് നേരത്തെ ചോദിച്ച അതേ മാതൃകയിലുള്ള ഒരു 60% ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് നമുക്ക് അതിനകത്ത് നിന്ന് പറയാം. എല്ലാ ചോദ്യങ്ങളും പുതിയ പാറ്റേണിൽ, എല്ലാം സബ്ജക്റ്റീവായിട്ട് വരുന്നത്, എല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ അല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇതിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരും എടുത്തു പറയുന്നത്. എളുപ്പമുള്ള കാര്യങ്ങളും ഉണ്ട്. അതൊന്ന് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇനി അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യം, എക്സാം ടഫർ ആകുമ്പോൾ തീർച്ചയായിട്ടും കട്ട് ഓഫ് ലോവർ ആയിരിക്കുമെന്ന് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ പരീക്ഷകളിൽ 150ക്ക് അടുത്ത് കട്ട് ഓഫുകൾ വരുമ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 150, 130 പ്ലസ് സ്കോർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരുപക്ഷെ നിങ്ങൾ ഈ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് താഴോട്ടായിരിക്കാം. അതായത് 100+ അല്ല 100, 110 ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങളുടെ കട്ട് ഓഫ്, അല്ലെങ്കിൽ കട്ട് ഓഫ് അല്ല, എക്സാമിന് വരാൻ സാധ്യതയുള്ള കട്ട് ഓഫ് അങ്ങനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ അയ്യോ എനിക്ക് ഇത്രയും മാർക്കിലേക്ക് എത്താൻ പറ്റുന്നില്ല, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയി എനിക്ക് ഈ സെക്ഷനിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസേ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞത് അടുത്ത സെക്ഷൻസിനെയൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെന്റലി ആദ്യം നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കുക, എക്സാം പാറ്റേൺ മാറുകയാണെങ്കിൽ, എക്സാംസ് നിങ്ങളെ കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കട്ട് ഓഫ് കുറവായിരിക്കും എന്ന ബോധ്യത്തോടു കൂടി 100% എക്സാം എഴുതാൻ ശ്രമിക്കുക, എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടെൻഷൻ ആയാൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആയാൽ ഉള്ള എഫിഷ്യൻസി, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും പ്രോപ്പർലി ചെയ്യാതെ ആവും. അതൊരു കാര്യം. ലോവർ കട്ട് ഓഫ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നീട് ഒരു കാര്യം, ടൈം കൺസ്യൂമിംഗ് ആണ്. എല്ലാ സെക്ഷൻസും ടൈം കൺസ്യൂമിംഗ് ആണ്. സമയം ഒരുപാട് എടുക്കുന്ന തരത്തിലാണ് 4 സെക്ഷൻസ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ടൈം എന്ന് പറയുന്നത് ഇതിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ടൈം മാനേജ് ചെയ്യുന്നവനായിരിക്കും ഈ പരീക്ഷയ്ക്ക് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടൈം കൺസ്യൂമിംഗ് ആണ് എന്നൊരു കാര്യം മനസ്സിലാക്കുക. മാത്രമല്ല കൺസെപ്റ്റ് ബേസ്ഡ് സ്റ്റഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞ കാര്യമാണ്. കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കുറച്ച് ചോദ്യങ്ങൾ കാണാതെ പഠിച്ച് പ്രോബ്ലംസ് ആയിട്ട് ചെയ്യുന്ന ഒരു പഠിത്തത്തിൽ നിന്ന്, അങ്ങനെ ഒരു പഠനത്തിൽ നിന്ന് മാറി കൺസെപ്റ്റുകൾ മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യുന്ന തരത്തിലേക്ക് വരണം. തീർച്ചയായിട്ടും ഇങ്ങനൊരു പാറ്റേൺ ചേഞ്ച് വന്നു, ഒരു 4-5 വർഷം ഇതേ പാറ്റേൺ, ഇപ്പൊ വന്ന പുതിയ പാറ്റേൺ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഈസി ആവും. ഇത് TCSന്റെ എക്സാം പാറ്റേൺസും അതിന്റെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു തരത്തിലുള്ള ആ ഒരു ഫോർമാറ്റിലുള്ള ഉണ്ടായിരുന്ന പരീക്ഷ എളുപ്പത്തിൽ എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിയത്. ഇപ്പൊ പുതിയ പാറ്റേൺ വന്ന് ഈ പാറ്റേൺ കുറച്ച് വർഷം പോകുമ്പോൾ, ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ പോകുമ്പോൾ അതിന്റെ ഒരു ഈസിനെസ്സിലേക്കും എല്ലാവരും എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കൺസെപ്റ്റ് ബേസ്ഡ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. പിന്നെ ഡിഫിക്കൽറ്റി ലെവൽ കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡിഫിക്കൽറ്റി ലെവൽ കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്രയും കീ ചേഞ്ചസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ, 60 മുതൽ ഇത്രയും സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നു. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പരീക്ഷ എപ്പോൾ നടക്കുമെന്നൊരു കാര്യം. ഫസ്റ്റ് ഈ മാസം പകുതി കൊണ്ട് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഇനി എക്സാം മാറ്റിവെക്കും എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അതെന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഇനിയുള്ള സമയം പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ തീരുമാനിക്കണം. അതൊന്നാമത്തെ കാര്യം. അതായത് പുതിയ ടോപ്പിക്കുകൾ വന്നു, കുറേ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാനുണ്ട് എന്നാണ് നിങ്ങൾ
ധരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലാണ് പഠിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ഇനി മുമ്പോട്ട് പോകേണ്ടത്? നിങ്ങളൊരു ബിഗിനർ ആണെന്ന് കരുതുക. സപ്പോസ് നിങ്ങൾ ബിഗിനർ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വരുന്ന ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ ഇനിയും ടോപ്പിക്കുകൾ കവർ ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും പുതിയ ടോപ്പിക്സിലേക്ക് നിങ്ങൾ നോക്കണ്ട. ഉള്ള ടോപ്പിക്സ് ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. ഉള്ള ടോപ്പിക്കുകൾ, അതായത് ഉള്ള ടോപ്പിക്കിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഴയ പാറ്റേണിൽ തന്നെയുള്ള ഒരു 60% ചോദ്യങ്ങൾ ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ അത് സ്കോർ ചെയ്യാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരുപക്ഷെ നന്നായിട്ട് പഠിച്ച് ഈ വർഷം നല്ല റിസൾട്ട് എക്സ്പെക്ട് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് മോക്കുകൾ മാത്രം എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെങ്ങനെയാണ് ഇനി പ്ലാൻ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനിയും പുതിയ സിലബസ് ഒന്നും പഠിക്കാനില്ലാത്തവർ, ഞാൻ നേരത്തെ മാത്സിന്റെയും റീസണിങ്ങിന്റെയും ടോപ്പിക്കുകൾ പറഞ്ഞു, അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ഒന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ റെഗുലർലി മോക്ക് ടെസ്റ്റുകൾ എഴുതുക, ടഫർ മോക്ക് ടെസ്റ്റുകൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. ഇനി ടൈം മാനേജ്മെന്റ് ഇതിൽ ക്രൂഷ്യൽ ആയിട്ടൊരു സാധനമാണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എക്സാം എഴുതാൻ നിങ്ങളുടേതായ ഒരു ടൈം മാനേജ്മെന്റ് ടെക്നിക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ടാവും. സപ്പോസ് നിങ്ങൾ മാത്സിന് 25 മിനിറ്റ്സ്, അല്ലെങ്കിൽ റീസണിങ്ങിന് 15 മിനിറ്റ്സ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് 8 മിനിറ്റ് 10 മിനിറ്റ്, അല്ലെങ്കിൽ GK ഇത്ര മിനിറ്റ്, ഇങ്ങനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് ആ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കേണ്ട സമയമാണ്. അതായത് പുതിയ എക്സാം പാറ്റേൺ ആണെങ്കിൽ അലോട്ട് ചെയ്യുന്ന ടൈം എല്ലാം അതിനനുസരിച്ചൊന്ന് മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം GK പോലെയുള്ള സബ്ജക്ട്സ് നിങ്ങൾക്കറിയാം, സെന്റൻസ് വൈസ് സബ്ജക്റ്റീവ് ആയിട്ട് വിത്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻസും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സും A and B ട്രൂ എന്നൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കോംപ്രിഹെൻഷൻ ലെവലിലുള്ള GK വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുറച്ച് സബ്ജക്റ്റീവ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വരുമ്പോൾ നിങ്ങളുടെ സമയം GK സബ്ജക്റ്റിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ GKക്ക് സമയം വളരെ കുറച്ചായിരിക്കും നിങ്ങൾ ഇത്രയും നാൾ അലോട്ട് ചെയ്തത്. അപ്പൊ ആ ടൈം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ഈ പാറ്റേണിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പൊ GKക്ക് നല്ല സമയം കൺസ്യൂം ചെയ്യുന്നു, അതുപോലെ റീസണിങ്ങും കുറേയും കൂടെ ടൈം കൺസ്യൂമിങ് ആയിട്ട് വരുന്നു, ഇംഗ്ലീഷിനും സമയം പോകുന്നു. അങ്ങനെ മൂന്നിനും സമയം പോകുമ്പോൾ അത് നിങ്ങളുടെ മാത്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മാത്സ് ഞാൻ കമ്പാരിറ്റീവ്ലി ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഉള്ള ടൈം മാനേജ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രശ്നം വരും. സോ നിങ്ങൾ മാത്സിന് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം മാത്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ വളരെ എളുപ്പത്തിൽ GKയിലൂടെയും റീസണിങ്ങിലൂടെയും ഇംഗ്ലീഷിലൂടെയും കടന്നു പോകാൻ പറ്റും എന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചിലപ്പം ആദ്യം എഴുതിയത് ചിലപ്പോൾ GK ആയിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ മാത്സ് സ്ട്രോങ് ആണെങ്കിൽ ആദ്യം മാത്സ് തന്നെ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങൾക്ക് അറിയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം കടന്നുപോയി അല്ലാത്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഇവിടെ ആർട്ട് ഓഫ് സ്കിപ്പിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഈ പരീക്ഷയ്ക്ക് നിങ്ങളുടെ സ്കിപ്പിംഗ് സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഒരു ചോദ്യം എത്രയും പെട്ടെന്ന് വായിച്ച് അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമെങ്കിൽ എത്ര പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്യുക. ഈ ഒരു സ്കില്ല് വളരെ ക്രൂഷ്യലാണ്, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോളുക. അപ്പൊ ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ പോകുമ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻസിലൂടെ വളരെ പെട്ടെന്ന് പോകാൻ ശ്രമിക്കുക. അല്ലാത്തതിന് ഒരു സെക്കൻഡ് റൗണ്ട് കൊടുക്കുക. ടെൻഷൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഉണ്ടായാൽ അത് നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസിനെ ബാധിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസിലൂടെ ആദ്യം കടന്നു പോവുക. നിങ്ങൾക്ക് നേരത്തെയുള്ള മുൻധാരണകൾ മാറ്റുക. അതായത് നേരത്തെ ചിലപ്പോൾ നിങ്ങൾ മാത്സ് 24-25 ചോദ്യങ്ങൾ ചെയ്യുന്ന 50 സ്കോറൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ചിലപ്പം എഴുതി തുടങ്ങുമ്പോൾ തന്നെ അത്രയും സ്കോറിലേക്ക് വരുന്നില്ല എന്ന് കാണുമ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നിങ്ങൾ മെന്റലി ഡൗൺ ആയാൽ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ആ സെക്ഷനും നിങ്ങളെ ബാധിക്കും. സോ നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആവുക. കാരണം കട്ട് ഓഫ് കുറവായിരിക്കും. എനിക്ക് 25 മേടിക്കേണ്ട ആവശ്യമില്ല, പിന്നെന്തിനാണ് അവിടെ ടെൻഷൻ ആവുന്നത്? സോ നിങ്ങളുടെ മാർക്ക് എന്താണോ, നിങ്ങൾ മേടിക്കുന്ന സ്കോർ എന്താണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം 24 മേടിച്ചിരിക്കുന്നോണ്ടിരുന്ന ആള് മാത്സ് ഒരു 20 അടുത്ത് അല്ലെങ്കിൽ 18 ചോദ്യങ്ങളെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ടെൻഷൻ ആവണ്ട. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്ന ബാക്കി എല്ലാവർക്കും എന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ പരീക്ഷ എഴുതി തീർക്കുക. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ മെന്റലി നിങ്ങൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നേരത്തെ എഴുതിയ പരീക്ഷയുടെ മുൻധാരണകൾ വെച്ചിട്ട് പരീക്ഷ എഴുതുകയാണെങ്കിൽ അത് നിങ്ങളെ മാനസികമായിട്ടും നിങ്ങളെ നന്നായിട്ട് ബാധിക്കും. അതുവഴി നിങ്ങളുടെ സ്കോറിനെ നന്നായിട്ട് ബാധിക്കും. സോ ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ കാണുക. ഇനി ഇതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം പരീക്ഷ നിങ്ങളിപ്പോൾ എത്ര ലെവലിൽ പഠിച്ച ആൾക്കാരാണെങ്കിലും നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത കുറെ വർഷം മുമ്പ് പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാം, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഇതിനെ വളരെ ഇമോഷണൽ ആയിട്ട് കണ്ട് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ചേഞ്ച് വരുമ്പോൾ അവരെയും ബാധിക്കും. അപ്പൊ പുതിയൊരു സിസ്റ്റം, പുതിയൊരു പാറ്റേൺ വരുമ്പം അതിന്റെ വ്യത്യാസങ്ങൾ, അതിലുള്ള ചേഞ്ചുകൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ആദ്യം അഡോപ്റ്റ് ചെയ്താൽ, നിങ്ങൾ ആ ചേഞ്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ ഇത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ആക്ച്വലി ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞു. കാരണം എന്താണ് മാറ്റം എന്ന് മനസ്സിലാക്കി ആ മാറ്റത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഏതൊക്കെ പുതിയ ടോപ്പിക്കുകൾ ശ്രദ്ധിക്കണം, എങ്ങനെ എക്സാംസ് എഴുതണം. നിങ്ങൾ മാക്സിമം ടയർ 2 ലെവലിലുള്ള മോക്ക് എക്സാംസ് എഴുതാൻ പറഞ്ഞു. അതുപോലെ തന്നെ ചില ടോപ്പിക്കുകൾ മാത്സിലായാലും റീസണിംഗ് ആയാലും പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് കരുതുന്ന ഒരു കാര്യത്തെ നമുക്ക് അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇതൊരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റുക, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. സോ ഈ പരീക്ഷയെ പറ്റി നിങ്ങൾ ആരും ടെൻഷനൊന്നും ആവണ്ട. ഇനി പരീക്ഷ മാറ്റി വെക്കുമോ അല്ലെങ്കിൽ പരീക്ഷ ഇന്ന് തന്നെ നടത്തുമോ, എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യും. അതനുസരിച്ച് നമുക്ക് ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇപ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കുറച്ചുകൂടി മെന്റലി പ്രിപ്പയർ ആവുക. ടൈം മാനേജ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ പുതിയൊരു സിസ്റ്റത്തിൽ ടൈം മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനിയും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട GK എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, മാത്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് സീരീസുകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഒരുപാട് ക്ലാസ് സീരീസുകൾ നിങ്ങൾ ചേരുന്നുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക, മാക്സിമം കാണാൻ ശ്രമിക്കുക. പ്രോബബിലിറ്റിയുടെ ക്ലാസ്, അതുപോലെ തന്നെ കോർഡിനേറ്റ് ജോമെട്രിയുടെ ക്ലാസ്, ഇതെല്ലാം നമ്മുടെ ചാനലിൽ ക്ലാസ് വീഡിയോസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സസ് ഒക്കെ കണ്ട് കൺസെപ്റ്റുകൾ അറിയാത്തവർ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ CGL തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരും ഡിമോട്ടിവേറ്റഡ് ആവേണ്ട. മറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വന്നാൽ ഉടനെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പലർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.